അതെ, ഇതൊരു സെമിത്തേരിയാണ്. ഒരു പക്ഷേ ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന ടൈറ്റാനിക് ഡിസാസ്റ്ററിന്റെ ഒരു ഭാഗമാണ് ഈ സെമിത്തേരി. 1912 ഏപ്രിൽ 15 ലോകത്തെ ഏറ്റവും വലിയ കടൽ ദുരന്തങ്ങളിലൊന്നായ ടൈറ്റാനിക് ദുരന്തം സംഭവിച്ചു. ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ആദ്യ യാത്ര പോയിരുന്ന RMS ടൈറ്റാനിക് എന്ന് പറഞ്ഞ ആഡംബര കപ്പലാണ് അന്ന് നോർത്തേൺ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ഐസ്ബർഗിൽ ഇടിച്ചിട്ട് മുങ്ങിയത്. അന്ന് അതിൽ 2200-ലധികം ആൾക്കാർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 1500-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സ്ഥലം എങ്ങനെയാണ് ഈ കഥയുടെ ഒരു ഭാഗമായതെന്ന് വെച്ചാൽ, അന്ന് റിക്കവറി സൈറ്റിലോട്ട് ഹാലിഫാക്സിൽ നിന്ന് 3 ഷിപ്പുകൾ പോയിട്ടുണ്ടായിരുന്നു. 340ഓളം ബോഡികൾ അന്ന് റിക്കവർ ചെയ്തു. അതിൽ 150 പേരെ ഹാലിഫാക്സിലെ 3 സെമിത്തേരിയിലായിട്ടാണ് ബറി ചെയ്തിട്ടുള്ളത്. അതിൽ 121 പേരെ ബറി ചെയ്തിട്ടുള്ളത് ഈ ഫെയർവ്യൂ ലോൺ സെമിത്തേരിയിലാണ്. ഇതിൽ ഒരുപാട് പേരെ ഐഡന്റിഫൈ ചെയ്തതും ഐഡന്റിഫൈ ചെയ്യാത്തതുമായിട്ടുള്ള ബോഡികളുണ്ട്. ഈ ഐഡന്റിഫൈ ചെയ്യാത്തതിൽ പേരെഴുതാതെ ഡൈഡും പിന്നെ ഇയറും ഡേറ്റും ആണ് എഴുതിയിട്ടുള്ളത്. ബാക്കി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ബോഡികളിൽ അതിൽ പേര് എഴുതിയിട്ടുണ്ട്. ഇതൊരു 3 റോയിലായിട്ടാണ് ഇവര് ബറി ചെയ്തിട്ടുള്ളത്. അതൊരു ഷിപ്പിന്റെ ഷേപ്പിൽ കേർവ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിത് കാണാൻ പറ്റുക. ഇന്നും ഇത് കാണാൻ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂക്കൾ വെക്കുകയും ചെറിയ കുട്ടികളുടെ കല്ലറയുടെ ഫ്രണ്ടിൽ അവർ ടോയ്സ് വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇതിൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ദ അൺനോൺ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലറ ഉണ്ടായിരുന്നു. അത് അന്ന് റിക്കവർ ചെയ്തതിൽ ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു കുഞ്ഞിന്റെ മൃതദേഹമായിരുന്നു. പിന്നീട് 89 വർഷങ്ങൾക്ക് ശേഷം 2001 DNA ടെസ്റ്റ് വഴി അതൊരു 19 മാസം പ്രായത്തിനുള്ള സിഡ്നി ലെസ്ലി ഗുഡ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാന്ന് കണ്ടെത്തി. അന്ന് ആ കുട്ടിയുടെ കൂടെ ഫുൾ ഫാമിലിയും സിബ്ലിങ്സും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അന്ന് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും ആ കല്ലറയുടെ അടുത്ത് കാറ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോയ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം. ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഇതൊരു സ്ഥലം മാത്രമല്ല, ഒരുപാട് ജീവനുകളുടെ ഓർമ്മയാണ്. അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.